നമസ്കാരം. ഷെക്കിൻ അമേരിക്കാസ് വീക്ക്ലി ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ഞാൻ ജോളി ജോസ്. ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകളിലേക്ക്. അമേരിക്കൻ പാസ്പോർട്ടുകളിലെ ലിംഗസൂചകം പുരുഷനെന്നോ സ്ത്രീയെന്നോ മാത്രമായി പരിമിതപ്പെടുത്തണമെന്ന നയം നടപ്പിലാക്കാൻ അമേരിക്കൻ സുപ്രീം കോടതി അനുമതി നൽകി. ഇതുപ്രകാരം രാജ്യത്തെ ട്രാൻസ്ജെൻഡറുകൾക്ക് അവരുടെ ലിംഗസ്വത്വം പാസ്പോർട്ടിൽ രേഖപ്പെടുത്താനാവില്ല. ട്രംപ് ഭരണകൂടം നിരന്തരമായി നടപ്പാക്കണമെന്ന് വാദിച്ച ഈ നയത്തിന് സുപ്രീം കോടതി പച്ചക്കൊടി കാട്ടുകയായിരുന്നു. ലിംഗസത്വത്തിനനുസരിച്ച് പുരുഷനെന്നോ സ്ത്രീയെന്നോ എക്സ് എന്നോ തെരഞ്ഞെടുക്കുവാൻ അപേക്ഷകരെ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് നേരത്തെ കീഴ്ക്കോടതി രംഗത്തെത്തിയിരുന്നു. ഈ ഉത്തരവാണ് സുപ്രീം കോടതി തള്ളിക്കളഞ്ഞത്. അതേസമയം കോടതിയിലെ 3 ജഡ്ജിമാർ ഈ വിധിയോട് വിയോജിച്ചെന്നാണ് റിപ്പോർട്ടുകൾ. ട്രാൻസ്ജെൻഡർ വിഭാഗത്തെ അപായപ്പെടുത്തുവാൻ ഈ വിധി വഴിയൊരുക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജഡ്ജിമാർ വിയോജിപ്പ് രേഖപ്പെടുത്തിയത്. പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ എന്നിങ്ങനെ 2 ലിംഗഭേദങ്ങളെ മാത്രമേ അംഗീകരിക്കൂ എന്ന് കഴിഞ്ഞ ജനുവരിയിൽ ട്രംപ് ഭരണകൂടം ഒരു എക്സിക്യൂട്ടീവ് ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. തുടർന്ന് പാസ്പോർട്ട് നിയമങ്ങൾ പരിഷ്കരിക്കുകയും ഇവ രണ്ടുമല്ലാത്ത ലിംഗഭേദത്തിന് അംഗീകാരം ഇല്ലാതാക്കുകയും ചെയ്തിരുന്നു. 1970കളിലാണ് അമേരിക്കൻ പാസ്പോർട്ടുകളിൽ ലിംഗപരമായ സൂചകങ്ങൾ ഉൾപ്പെടുത്തി തുടങ്ങിയത്. 90കളുടെ തുടക്കത്തിൽ ഡോക്ടറുടെ കുറിപ്പടിസ്ഥാനത്തിൽ അപേക്ഷകർക്ക് ഇത് മാറ്റാനുള്ള അനുമതിയും നൽകിയിരുന്നു. തുടർന്ന് ജോ ബൈഡൻ പ്രസിഡന്റായ 2021 രേഖകൾ ഹാജരാക്കണമെന്ന നിബന്ധന ഒഴിവാക്കുകയും ട്രാൻസ്ജെൻഡർ അപേക്ഷകർക്കായി എക്സ് എന്ന മൂന്നാമതൊരു ഓപ്ഷൻ കൂടി നൽകുകയും ചെയ്തിരുന്നു. അമേരിക്കൻ മലയാളികൾക്ക് അഭിമാനമായി അമേരിക്കയിൽ മിസോറി സിറ്റി മേയറായി 3ാം തവണയും റോബിൻ ഇലക്കാട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു. തുടർച്ചയായി 3ാം തവണയാണ് റോബിൻ മേയറായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. കോട്ടയം കുറമുള്ളൂർ ഇലക്കാട്ട് കുടുംബാംഗമാണ് റോബിൻ. 2020 ഡിസംബറിലാണ് റോബിൻ ആദ്യമായി മിസോറി സിറ്റിയുടെ 12ാമത് മേയറായി ചുമതലയേറ്റത്. അമേരിക്കയിലെ മികച്ച നഗരങ്ങളിൽ ഒന്നായി മിസോറിയെ മാറ്റാൻ റോബിൻ നടത്തിയ ശ്രമങ്ങൾ ജനങ്ങളെ ആകർഷിച്ചു. അമേരിക്കയിലെ ടെക്സസ് സംസ്ഥാനത്തെ മിസോറി സിറ്റി മേയറായി മലയാളിയായ റോബിൻ ഇലക്കാട്ടിലിന് 3ാം തവണയും മിന്നും വിജയം. കോട്ടയം കുറുമുള്ളൂർ ഇലക്കാട്ട് കുടുംബാംഗമാണ് റോബിൻ. വംശവ്യത്യാസമില്ലാതെ എല്ലാവരെയും ഉൾപ്പെടുത്തിയുള്ള വികസനവും നവീകരണവും കമ്മ്യൂണിറ്റി ഇടപെടലുകളും റോബിനെ ജനകീയനായ നേതാവാക്കി. അടിസ്ഥാന സൗകര്യങ്ങളും വിനോദസഞ്ചാര സൗകര്യം വികസിപ്പിക്കുന്നതിലും പൊതുസുരക്ഷ മെച്ചപ്പെടുത്തുന്നതിലും ശ്രദ്ധ ചെലുത്തിയുള്ള റോബിന്റെ നടപടികളാണ് അദ്ദേഹത്തെ ശ്രദ്ധേയനാക്കിയത്. 55% വോട്ടാണ് റോബിൻ ഇലക്കാട്ടിലിന് ലഭിച്ചത്. എതിർ സ്ഥാനാർത്ഥി ജെഫ്രി ബോണിക്ക് 45% വോട്ടും ലഭിച്ചു. നവംബർ 4 നടന്ന വാശിയേറിയ തെരഞ്ഞെടുപ്പിൽ ഹാട്രിക് വിജയമാണ് അദ്ദേഹം നേടിയത്. റോബിൻ ഇലക്കാട്ടിലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഔദ്യോഗിക കിക്ക് ഓഫ് തുടങ്ങിയതു മുതൽ മിസോറി സിറ്റി തെരഞ്ഞെടുപ്പിന്റെ ചൂടിലായിരുന്നു. 2 ടേമിലായി മിസോറി സിറ്റിയുടെ മുഖച്ഛായ മാറ്റിയ റോബിൻ ഇലക്കാട്ടിലിന് ഈ വിജയം പ്രതീക്ഷിച്ചതാണ്. റോബിൻ ഇലക്കാട്ട് തന്റെ പ്രചാരണത്തിന് നാട്ടിലെ രീതി കൊണ്ടുവന്നത് അമേരിക്കൻ ജനതയ്ക്ക് കൗതുകമായിരുന്നു. ജനകീയനായ ഒരു മേയർ ായി മാറാൻ കഴിഞ്ഞ 2 ടേമുകളിലും അദ്ദേഹത്തിന് സാധിച്ചു. കഴിഞ്ഞ 2 ടേമിലും മിസോറിയിലെ ജനങ്ങൾക്ക് ഒരു ഫോൺ കോളിനപ്പുറത്ത് ഒരു ജനകീയനായ മേയർ ഉണ്ടെന്ന് മനസ്സിലാക്കി കൊടുക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചു. മേയറായതിനു ശേഷം അദ്ദേഹം നടപ്പിൽ വരുത്തിയ പദ്ധതികൾക്ക് കണക്കില്ല. പ്രത്യേകിച്ച് പൊതുജന സുരക്ഷ, നികുതി ഇളവുകൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തനങ്ങൾ ക്രോഡീകരിച്ചു. പുതിയ ബിസിനസ് സംരംഭങ്ങൾ സിറ്റിയിൽ വരാൻ നികുതി ഇളവ് ഉൾപ്പെടെയുള്ളവ കൊണ്ട് സാധിച്ചു. പ്രോപ്പർട്ടി ടാക്സ് കുറയ്ക്കുകയും മുതിർന്നവർക്കും വികലാംഗർക്കും പ്രത്യേക നികുതി ഇളവ് നൽകിയത് സിറ്റിയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യ സംഭവമായിരുന്നു. അമേരിക്കയിലെ ഏറ്റവും വലിയ നഗരമായ ന്യൂയോർക്കിന്റെ മേയറായി ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി സൊഹ്റാൻ മാംദാനി വിജയിച്ചു. 2 ദശലക്ഷത്തിലധികം ന്യൂയോർക്കുകാർ വോട്ട് രേഖപ്പെടുത്തിയ തെരഞ്ഞെടുപ്പിൽ മുൻ ഗവർണർ ആൻഡ്രൂ കുമോയെയും റിപ്പബ്ലിക്കൻ കർട്ടിസ് സ്ലീവായെയും പരാജയപ്പെടുത്തിയാണ് മാംദാനി വിജയിച്ചത്. പ്രചാരണ കാലത്തടക്കം ഒരുപാട് വിവാദങ്ങളിൽ ഉൾപ്പെട്ട വ്യക്തിയാണ് മാംദാനി. അതിനൊരു പ്രധാന കാരണം മാംദാനിയുടെ തീവ്ര ഇസ്ലാമിക നിലപാടുകളായിരുന്നു. മാംദാനിക്ക് ഹമാസ് പോലുള്ള തീവ്രവാദ സംഘടനകൾ ഫണ്ട് ചെയ്യുന്നതെന്നുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. ലോകം മുഴുവനും ഉറ്റുനോക്കിയ വിവാദങ്ങളിൽ നിറഞ്ഞുനിന്ന ന്യൂയോർക്ക് മേയർ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ വംശജനും തീവ്ര ഇടത് ഇസ്ലാമിക അനുഭാവിയുമായ സൊഹ്റാൻ മംദാനി വിജയിച്ചു. ഇന്ത്യൻ സമയം രാവിലെ 7:30 വോട്ടെടുപ്പ് പൂർത്തിയായത്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച മുൻ ന്യൂയോർക്ക് സ്റ്റേറ്റ് ഗവർണർ ആൻഡ്രൂ കുമോയെയും റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ കർട്ടിസ് ലീവയെയും പിന്തള്ളിയാണ് മംദാനി വിജയമുറപ്പിച്ചത്. മംദാനിയുടെ വിജയത്തെ റിപ്പബ്ലിക്കൻ ഹൗസ് സ്പീക്കർ മൈക്ക് ജോൺസൺ വിമർശിച്ചു. ന്യൂയോർക്ക് നഗരത്തിലെ ഡെമോക്രാറ്റുകൾ ഒരു യഥാർത്ഥ തീവ്രവാദിയെയും മാർക്സിസ്റ്റിനെയും തെരഞ്ഞെടുത്തു.
അതിന്റെ അനന്തരഫലങ്ങൾ നമ്മുടെ രാജ്യത്ത് മുഴുവനും അനുഭവപ്പെടുമെന്ന് മൈക്ക് ജോൺസൺ എക്സിൽ കുറിച്ചു. 2 ദശലക്ഷത്തിലധികം ന്യൂയോർക്കുകാർ വോട്ട് രേഖപ്പെടുത്തിയെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പ്രചരണ കാലത്തടക്കം ഒരുപാട് വിവാദങ്ങളിൽ ഉൾപ്പെട്ട വ്യക്തിയാണ് മംദാനി. അതിനൊരു പ്രധാന കാരണം മംദാനിയുടെ തീവ്ര ഇസ്ലാമിക നിലപാടുകളായിരുന്നു. പൊളിറ്റിക്കൽ ഇസ്ലാമിക അനുഭാവി എന്നാണ് ട്രംപ് അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കൾ മംദാനിയെ വിശേഷിപ്പിച്ചിരുന്നത്. മംദാനിക്ക് ഹമാസ് പോലുള്ള തീവ്രവാദ സംഘങ്ങൾ ഫണ്ട് ചെയ്യുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. മംദാനി ജയിച്ചാൽ നഗരത്തിന് വിപത്താകുമെന്നും നഗരത്തിനുള്ള ഫെഡറൽ സഹായം നിലച്ചേക്കുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു. ഇന്ത്യക്ക് മേൽ ട്രംപ് പ്രഖ്യാപിച്ച പകരം തീരുവകൾ നിയമാനുസൃതമാണോ എന്ന് ജഡ്ജിമാർ സംശയം പ്രകടിപ്പിച്ചതോടെ തീരുവകൾ റദ്ദാക്കുമെന്ന സൂചനകൾ ശക്തമായി. നേരത്തെ ഫെഡറൽ ഡിസ്ട്രിക്ട് കോടതിയും അപ്പീൽ കോടതിയും ട്രംപിന് തീരുവകൾ നിയമവിരുദ്ധമാണെന്നും ഇല്ലാത്ത അധികാര പ്രയോഗമാണെന്നും വിധിച്ചിരുന്നു. നേരത്തെ ഫെഡറൽ ഡിസ്ട്രിക്ട് അപ്പീൽ കോടതികൾ ട്രംപിന്റെ തീരുവകൾ നിയമവിരുദ്ധമാണെന്നും ഇല്ലാത്ത അധികാരപ്രയോഗമാണെന്നും വിധിച്ചിരുന്നു. ഇതിനെതിരെ ട്രംപ് നൽകിയ അപ്പീലാണ് സുപ്രീം കോടതി പരിഗണിക്കുന്നത്. തീരുവകൾ നിലനിൽക്കുമോ എന്ന സംശയം ജഡ്ജിമാർ പ്രകടിപ്പിച്ചിരുന്നു. 1977 ഇന്റർനാഷണൽ എമർജൻസി എക്കണോമിക് പവേഴ്സ് ആക്ട് പ്രകാരമായിരുന്നു ട്രംപ് ചൈന, കാനഡ, മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങൾക്ക് മേൽ കനത്ത തീരുവ പ്രഖ്യാപിച്ചത്. US കോൺഗ്രസിനെ മറികടന്നിങ്ങനെ തീരുവ ഏകപക്ഷീയമായി ചുമത്താൻ ട്രംപിന് അധികാരമില്ലെന്ന് കാട്ടി ഏതാനും ചെറുകിട ബിസിനസ്സുകാരും ചില സംസ്ഥാന സർക്കാരുകളുമാണ് ആദ്യം കോടതിയിലെത്തിയത്. താരിഫ് US-ലെ ജനങ്ങളെ ബാധിക്കില്ലെന്നും അത് നികുതിയല്ലെന്നും ട്രംപിന്റെ അഭിഭാഷകൻ സുപ്രീം കോടതിയിൽ വാദിച്ചെങ്കിലും ജഡ്ജിമാർ അത് തള്ളി. ഫലത്തിൽ താരിഫുകൾ അമേരിക്കൻ ജനങ്ങൾക്കാണ് ഇപ്പോൾ ബാധ്യതയായിരിക്കുന്നതെന്ന് ജഡ്ജിമാർ ചൂണ്ടിക്കാട്ടി. US കോൺഗ്രസിന്റെ അധികാരങ്ങൾ കവർന്നെടുക്കുകയാണ് ട്രംപ് ചെയ്തതെന്നും അങ്ങനെയായാൽ കോൺഗ്രസിന് ഇനി എന്താണ് പ്രസക്തിയെന്നും കോടതി ചോദിച്ചു. US-ലേക്ക് എല്ലാ ഇറക്കുമതിക്കും 10% അടിസ്ഥാന തീരുവയും ഇന്ത്യ, ബ്രസീൽ എന്നിവയ്ക്ക് 50% വീതം തീരുവയുമായിരുന്നു ട്രംപ് പ്രഖ്യാപിച്ചത്. ചൈനയ്ക്ക് മേൽ 57% തീരുവയും ചുമത്തിയിരുന്നു. തീരുവകൾ വഴി 2035ഓടെ $3 ട്രില്യൺ വരുമാനം US ഗവൺമെന്റിന് ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ. തീരുവകൾ റദ്ദാക്കിയാൽ അമേരിക്കയ്ക്ക് അത് വൻ ദുരന്തവും നാണക്കേടുമാകുമെന്നും സുപ്രീം കോടതിയിലേത് ജീവൻ മരണ പോരാട്ടമാണെന്നും ട്രംപ് അഭിപ്രായപ്പെട്ടിരുന്നു. US-ന്റെ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഷട്ട് ഡൗൺ ആണ് ട്രംപിന്റെ കാലത്ത് നിലനിൽക്കുന്നത്. US-ൽ ട്രംപ് വിരുദ്ധ വികാരത്തിന് വഴി തുറന്നിട്ടുണ്ട്. ന്യൂയോർക്കിലെ ദയനീയ തോൽവിയും തീരുവ കേസിൽ സുപ്രീം കോടതി വിധിയും പ്രതികൂലമായാൽ ട്രംപിനത് കനത്ത ആഘാതമാകും. പരിശുദ്ധ മറിയത്തിന്റെ ശീർഷകങ്ങളെ സംബന്ധിച്ചുള്ള പുതിയ രേഖ മാതേർ പോപ്പുലി ഫിദേലിസ് പ്രസിദ്ധീകരിച്ച് വത്തിക്കാൻ. വിശ്വാസികളുടെ മാതാവ്, ആത്മീയ മാതാവ്, വിശ്വാസ ജനതയുടെ അമ്മ എന്ന് ഉപയോഗിക്കാം. എന്നാൽ സഹരക്ഷക ഒഴിവാക്കാൻ വിശ്വാസ കാര്യങ്ങൾക്കായുള്ള ഡിക്കാസ്ട്രി നിർദ്ദേശിച്ചു. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ശീർഷകങ്ങളെ സംബന്ധിച്ച് വത്തിക്കാൻ പുതിയ രേഖ പ്രസിദ്ധീകരിച്ചു. വിശ്വാസികളുടെ അമ്മ എന്ന നിലയിൽ ക്രിസ്തുവിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജീവിതത്തെ എടുത്തു കാണിച്ചുകൊണ്ട് ഏതെല്ലാം മരിയൻ ശീർഷകങ്ങളാണ് പൊതുവായി ഉപയോഗിക്കേണ്ടതെന്നതിനെക്കുറിച്ച് 2025 നവംബർ 4 വിശ്വാസകാര്യങ്ങൾക്കായുള്ള ഡിക്കാസ്റ്ററി പരിശുദ്ധ മറിയത്തിന്റെ ശീർഷകങ്ങളെ സംബന്ധിച്ചുള്ള പുതിയ രേഖ മാതർ പോപ്പുലി ഫിദേലിസ് പ്രസിദ്ധീകരിച്ചു. വിശ്വാസികളുടെ മാതാവ്, ആത്മീയ മാതാവ്, വിശ്വാസ ജനതയുടെ അമ്മ തുടങ്ങിയ ശീർഷകങ്ങൾ ഉപയോഗിക്കുന്നതിനെ രേഖ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. എന്നാൽ സഹരക്ഷക, മധ്യസ്ഥ എന്നീ ശീർഷകങ്ങൾ യേശുക്രിസ്തുവിന് മാത്രമുള്ളതാണെന്നും അതിനാൽ ഇത്തരം ശീർഷകങ്ങൾ പരിശുദ്ധ മറിയത്തെ വിളിക്കുന്നത് അനുചിതമാണെന്നും രേഖയിൽ പരാമർശിക്കുന്നു. കൃപകളുടെ മാതാവ്, എല്ലാ കൃപകളുടെയും മധ്യസ്ഥ എന്നീ ശീർഷകങ്ങൾ ചില അർത്ഥത്തിൽ സ്വീകാര്യമെന്ന് തോന്നാമെങ്കിലും അവ ഒഴിവാക്കുന്നതാണ് നല്ലതെന്നും ഇവയുടെ അർത്ഥവിശുദ്ധീകരണങ്ങൾ ഏറെ അപകട സാധ്യതകൾ മുൻപോട്ട് വയ്ക്കുന്നുവെന്നും വിശ്വാസകാര്യങ്ങൾക്കായുള്ള ഡിക്കാസ്റ്ററി പുതിയ രേഖയിൽ പ്രതിപാദിച്ചു. ഒറ്റപ്പെട്ടവർക്കും ആത്മഹത്യാ പ്രവണതയുള്ളവർക്കുമായി ഈ നവംബർ മാസം പ്രാർത്ഥനകൾ നടത്തുവാൻ ആഗോള ക്രൈസ്തവരോട് ആഹ്വാനം ചെയ്ത് ലിയോ 14 പാപ്പ. വിഷാദത്തിൻ്റെയും കൊടിയ പിരിമുറുക്കത്തിൻ്റെയും ദുരിതാവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്ക് അവരവരുടെ സമൂഹങ്ങളിൽ നിന്ന് ആവശ്യമായ പിന്തുണയും സ്നേഹവും കരുതലും ലഭിക്കുവാനും ജീവിതത്തിൻ്റെ സൗന്ദര്യം തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രതീക്ഷയുടെ ചക്രവാളങ്ങളിലേക്ക് അവരെ കൈപ്പിടിച്ചുയർത്താൻ നമ്മുടെ പ്രാർത്ഥന ആവശ്യമാണെന്നും പാപ്പ പറഞ്ഞു. ജീവിതത്തിന്റെ വഴിമധ്യേ ഒറ്റപ്പെട്ടു പോയവർക്കും ദുഃഖവും ദുരിതവും പേറി വിഷാദരോഗത്തിന് അടിമപ്പെട്ടവർക്കും ആത്മഹത്യ പ്രവണതയുള്ളവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവരോട് അഭ്യർത്ഥിച്ച് പോപ്പ് ലിയോ 14. വിഷാദരോഗത്തിന് അടിമപ്പെട്ടവർക്ക് വേണ്ടി അവരവരുടെ സമൂഹത്തിൽ പിന്തുണയും കരുതലും സ്നേഹവും ലഭിക്കുവാൻ ഇടയാകത്തക്ക വിധം സാഹചര്യങ്ങൾ ഒരുക്കണമെന്നും അതുവഴി അവർ ജീവിതത്തിന്റെ സന്തോഷത്തിലേക്ക് നടന്നെടുക്കുവാനും ജീവിത സൗന്ദര്യം ആസ്വദിക്കുവാനും ഇടയാകട്ടെ എന്നും പാപ്പ പറയുകയുണ്ടായി. ഈ ആധുനിക ലോകത്തിൽ നൂതന സാങ്കേതിക വിദ്യയുടെയും ഡിജിറ്റൽ ഉപകരണങ്ങളുടെയും
തീവ്രതയും ഒഴിച്ചുകൂടാനാകാത്ത അതിപ്രസരം അവയുടെ അമിതമായ ഉപയോഗത്തിനും അതുവഴി യാഥാർത്ഥ്യ ലോകത്തോടും വ്യക്തികളോടുമുള്ള പരസ്പര ഇടപഴകലിന്റെ അഭാവവും മനുഷ്യനെ ഒരു തരത്തിൽ വിഷാദത്തിന്റെ വക്കിൽ കൊണ്ടെത്തിക്കുന്നു. മുമ്പുണ്ടായിരുന്നതിനേക്കാൾ 10 മടങ്ങ് വിഷാദരോഗികൾ ഇന്നത്തെ ആധുനിക ലോകത്തിൽ നാം കാണുന്നുണ്ട്. അതേസമയം ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് ഓരോ വർഷവും 7,20,000-ലധികം ആളുകൾ വിഷാദരോഗം മൂലമോ അല്ലാതെയോ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. ഇവർക്കെല്ലാം മാനുഷിക പിന്തുണ ആവശ്യമാണെന്നും ജീവിതത്തിന്റെ സത്യസൗന്ദര്യങ്ങളിലേക്ക് കൈപ്പിടിച്ചുയർത്തുവാൻ സാമൂഹിക ചുറ്റുപാടുകൾ സജ്ജമാക്കണമെന്നും എല്ലാത്തിനുമുപരി ആഗോള ക്രൈസ്തവർ ഇവർക്കുവേണ്ടി പ്രാർത്ഥിക്കണമെന്നും പാപ്പ പറയുകയുണ്ടായി. നയാഗ്ര റീജിയനിലെ സെയിന്റ് പീറ്റർ ആൻഡ് സെയിന്റ് പോൾ മലങ്കര കാത്തലിക് ചർച്ച് അവതരിപ്പിക്കുന്ന ജിംഗിൾ ബെൽസ് എക്യുമെനിക്കൽ കരോൾ ഡാൻസ് മത്സരത്തിന്റെ 4ാമത്തെ സീസൺ നവംബർ 22 നടക്കും. നയാഗ്ര വെള്ളച്ചാട്ടത്തിനടുത്തുള്ള നയാഗ്ര ഫാൾസ് കൺവെൻഷൻ സെന്ററാണ് ഇപ്രാവശ്യം ജിംഗിൾ ബെൽസ് ആഘോഷ രാവിന് വേദിയാകുക. ക്രിസ്തുമസ് കാലത്തെ വരവേൽക്കാനൊരുങ്ങി കാനഡ. നയാഗ്ര റീജിയനിലെ സെന്റ് പീറ്റർ ആൻഡ് സെന്റ് പോൾ മലങ്കര കാത്തലിക് ചർച്ച് അവതരിപ്പിക്കുന്ന ജിംഗിൾ ബെൽസ് എക്യുമെനിക്കൽ കരോൾ ആൻഡ് ഡാൻസ് മത്സരത്തിന്റെ 4ാമത്തെ സീസൺ നവംബർ 22 നടക്കും. നയാഗ്ര വെള്ളച്ചാട്ടത്തിന് തൊട്ടടുത്തുള്ള നയാഗ്ര ഫോൾസ് കൺവെൻഷൻ സെന്ററാണ് ഇക്കുറി ആഘോഷരാവിന് വേദിയാവുക. വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കുന്ന പരിപാടികൾ കരോൾ ഡാൻസ് എന്നീ 2 വിഭാഗങ്ങളിലായിട്ടാണ് ഇക്കുറി നടക്കുക എന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ടിക്കറ്റിന്റെ ആദ്യ വിൽപ്പന ഇടവക വികാരി ഫാദർ അജി വർഗീസ് പരിപാടിയുടെ മുഖ്യ സ്പോൺസറായ ബിനീഷ് ബേബിക്ക് നൽകി നിർവഹിച്ചു. ഒന്റാരിയോയിലെ വിവിധ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റികളിൽ നിന്നും 250ഓളം കലാകാരന്മാർ പങ്കെടുക്കുന്ന മത്സരത്തിൽ 1ാം സമ്മാനം $2,500, 2ാം സമ്മാനം $1,500, 3ാം സ്ഥാനക്കാർക്ക് $1,000 ലഭിക്കും. 2022 വിവിധ ഇടവകകളിൽ നിന്നുള്ള ഗായക സംഘങ്ങളെയും കലാകാരന്മാരെയും ഒന്നിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ജിംഗിൾ ബെൽസ് ആരംഭിച്ചത്. ഇപ്പോൾ മേഖലയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ സാംസ്കാരിക ഒത്തുചേരലുകളിലൊന്നായി ജിംഗിൾ ബെൽസ് വളർന്നു കഴിഞ്ഞു. ഓരോ വർഷവും ജനപങ്കാളിത്തത്തിലുള്ള വർധനവും ഇത് സാക്ഷ്യപ്പെടുത്തുന്നു. വർഷം തോറുമുള്ള ടീമുകളുടെ വർധനവും പരിപാടിയുടെ സ്വീകാര്യത വ്യക്തമാക്കുന്നു. ഇക്കുറി കൂടുതൽ ടീമുകളെ പ്രതീക്ഷിക്കുന്നതായി സംഘാടകർ അറിയിച്ചു. ഫാദർ അജി വർഗീസ്, സെക്രട്ടറി ബിന്ദു തോമസ്, റിയൽട്ടറും പരിപാടിയുടെ മെഗാ സ്പോൺസറുമായ ബിനീഷ്, പ്ലാറ്റിനം സ്പോൺസറായ തൃപ്തി കാറ്ററിംഗ് ഉടമ അനീഷ് ചാക്കോ, കമ്മിറ്റി മെമ്പർമാരായ ടോം ചെറിയാൻ, മെജോ മാത്യു, വിമൽ ജോർജ്, ജിജിൻ ഷിൻഡോ, സുമി ജിജോ, MC ആയ ലിജി സാജൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ക്രൈസ്തവരായ പല ലോക നേതാക്കളും ലോകരാജ്യങ്ങൾ പോലും പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും തള്ളിപ്പറയുന്ന ലോകനാഥനായ യേശു ക്രിസ്തുവിനെ സമൂഹ മധ്യത്തിൽ ഏറ്റുപറഞ്ഞ് ഓസ്ട്രേലിയക്കാർ. ഓസ്ട്രേലിയയിലെ മുൻ പ്രധാനമന്ത്രിമാരും വിവിധ സഭകളിൽ നിന്നുള്ള 1000-ലധികം ക്രൈസ്തവരും പങ്കെടുത്ത സെലിബ്രേറ്റ് ജീസസ് ടുഗദർ ഇൻ യൂണിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്ന കാര്യപരിപാടി ക്രിസ്തുവിലുള്ള കൂട്ടായ്മയുടെ ഏറ്റവും ഉദാത്ത ഉദാഹരണമായി മാറി. ഓസ്ട്രേലിയയിലെ മുൻ മന്ത്രിമാരും വിവിധ സഭകളിൽപ്പെടുന്ന 1000-ലധികം ക്രിസ്ത്യാനികൾ പങ്കെടുത്ത സെലിബ്രേറ്റ് ജീസസ് ടുഗദർ ഇൻ യൂണിറ്റി എന്ന പരിപാടി ക്രൈസ്തവ കൂട്ടായ്മയുടെ ഉദാത്ത മാതൃകയായി മാറി. ഓസ്ട്രേലിയയിലെ ഹോസ്റ്റല എന്റർടൈൻമെന്റ് സെന്ററിൽ ക്രിസ്ത്യൻ അലയൻസ് കൗൺസിൽ ഓഫ് NSW ആണ് പരിപാടി സംഘടിപ്പിച്ചത്. ഈ ഒത്തുചേരലിൽ സിഡ്നി സഹായമെത്രാൻ ഡാനിയൽ മീഗർ, മാർനൈറ്റ് ബിഷപ്പ് ആന്റൺ ഷാർബിൽ തരാബെ, ഖൽതായൻ ആർച്ച് ബിഷപ്പ് അമൽ നോന എന്നിവർ പങ്കെടുത്തു. യേശുക്രിസ്തുവിന്റെ കാലത്ത് നിലവിലുണ്ടായിരുന്ന അരമായ ഭാഷയിൽ കർത്തൃപ്രാർത്ഥനയായ സ്വർഗസ്ഥനായ പിതാവെ ചൊല്ലിയത് വിശ്വാസികളെ ആത്മീയ ഉണർവിലേക്ക് നയിച്ചു. സംഗീത നൃത്ത പരിപാടികൾ, സാംസ്കാരിക പ്രദർശനങ്ങളും സെലിബ്രേറ്റ് ജീസസ് ടുഗദർ ഇൻ യൂണിറ്റി എന്ന് പേരിട്ട കാര്യപരിപാടിയിൽ സംഘടിപ്പിച്ചിരുന്നു. മുൻ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിമാരായ ടോണി ആബട്ട്, സ്കോട്ട് മോറിസൺ, ന്യൂ സൗത്ത് വെയിൽസ് MLA സ്റ്റീവ് കാംബർ, പ്രതിപക്ഷ നേതാവ് മാർക്ക് സ്പീക്മാൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. സമൂഹ ജീവിതത്തിൽ വിശ്വാസത്തിന്റെ പങ്ക് പ്രധാനമാണെന്നും ക്രിസ്ത്യൻ മൂല്യങ്ങൾ രാജ്യത്തിന് ആത്മീയ ശക്തിയാണെന്നും കാര്യപരിപാടിയിൽ പങ്കെടുത്ത നേതാക്കൾ അഭിപ്രായപ്പെട്ടു. സിഡ്നിയുടെ ബഹുസാംസ്കാരിക പശ്ചാത്തലത്തിൽ ഇത്തരത്തിലുള്ള സമ്മേളനങ്ങൾ സാമൂഹ്യ ഐക്യം വളർത്തുവാനുള്ള പ്രധാന വേദിയാണെന്ന് മതനേതാക്കൾ അഭിപ്രായപ്പെട്ടു. ന്യൂ സൗത്ത് വെയിൽസ് പാർലമെന്റിൽ തുടക്കമിട്ട ക്രിസ്ത്യൻ അലയൻസ് കൗൺസിൽ സഭകളുടെ സഹകരണത്തിനും സാമൂഹിക സേവനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ്. സെലിബ്രേറ്റ് ജീസസ് ടുഗദർ ഇൻ യൂണിറ്റി എന്നത് ഈ സംഘടനയുടെ ആദ്യ പരിപാടിയാണ്. മരണത്തിന്റെ താഴ്വരയിൽ മന്ദസ്മിതത്തോടെ നടന്നു നീങ്ങിയ വിശുദ്ധ ഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ട വൈദികനായിരുന്നു ഫാദർ മൈക്കിൾ കാരിമറ്റമെന്ന് മാർ ജോസഫ് പാംപ്ലാനി. ഫാദർ മൈക്കിൾ കാരിമറ്റത്തിന്റെ മൃതസംസ്കാര ശുശ്രൂഷകളിൽ അനുസ്മരണ സന്ദേശം നൽകുകയായിരുന്നു മാർ ജോസഫ് പാംപ്ലാനി. തലശ്ശേരി കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന മൃതസംസ്കാര ശുശ്രൂഷകൾക്ക് അഭിവന്ദ്യ പിതാക്കന്മാരും വൈദികരും സന്യസ്തരും നിരവധി വിശ്വാസികളും സന്നിധരായി. സീറോ മലബാർ സഭ മൽപ്പാൻ സ്ഥാനം നൽകി ആദരിച്ച പ്രശസ്തനായ ബൈബിൾ പണ്ഡിതനായിരുന്നു നിത്യതയിലേക്ക് യാത്രയായ ഫാദർ മൈക്കിൾ കാരിമറ്റം.
തലശ്ശേരി അതിരൂപതാംഗവും സിറോ മലബാർ സഭ മൽപ്പാൻ പദവി നൽകി ആദരിക്കുകയും ചെയ്ത ഫാദർ ഡോക്ടർ മൈക്കിൾ കാരിമറ്റത്തിന്റെ മൃതസംസ്കാര ശുശ്രൂഷകൾ നടത്തപ്പെട്ടു. നവംബർ 7 വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് തലശ്ശേരി കത്തീഡ്രൽ ദേവാലയത്തിലാണ് ഫാദർ മൈക്കിൾ കാരിമറ്റത്തിന്റെ മൃതസംസ്കാര ശുശ്രൂഷകൾ നടത്തപ്പെട്ടത്. രാവിലെ 5:30 കരുവഞ്ചാൽ പ്രീസ്റ്റ് ഹോമിൽ മൃതസംസ്കാര ശുശ്രൂഷയുടെ 1ാം ഭാഗവും പരിശുദ്ധ കുർബാനയും നടത്തപ്പെട്ടു. 1ാംഘട്ട മൃതസംസ്കാര ശുശ്രൂഷകൾക്ക് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ്മാർ ജോസഫ് പാംബ്ലാനിയും തൃശൂർ അതിരൂപത സഹായമിത്രന്മാർ ടോണി നീലങ്കാവിൽ എന്നിവർ കാർമ്മികരായി. മരണത്തിന്റെ താഴ്വരയിൽ മന്ദസ്മിതത്തോടെ നടന്നു നീങ്ങിയ വിശുദ്ധ ഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ട വൈദികനായിരുന്നു ഫാദർ മൈക്കിൾ കാരിമറ്റമെന്ന് അനുസ്മരണ സന്ദേശത്തിൽ മാർ ജോസഫ് പാംബ്ലാനി പറഞ്ഞു. വിശുദ്ധ അപ്പസ്തോലൻ പറഞ്ഞ ഈ സുന്ദരമായ ചിത്രമാണ്. സത്യം കൊണ്ട് അരമുറുക്കിയല്ലാതെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അച്ഛൻ ജീവിച്ചിട്ടില്ല എന്ന് നമുക്കറിയാം. ദൈവവചനമാകുന്ന വാള് അച്ഛൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരുന്നു. രക്ഷയുടെ പടത്തൊപ്പി അണിഞ്ഞിരുന്നതിനാൽ മരണത്തിൻ്റെ തണുത്ത താഴ്വരയിലേക്ക് നടന്നപ്പോഴും അച്ഛൻ നിർഭയം മന്ദസ്മിതത്തോടെ കടന്നുപോയി എന്ന് നമ്മൾ തിരിച്ചറിയും. മലയാളത്തിൻ്റെ POC വിവർത്തനമെടുത്താൽ അതിൻ്റെ ആദ്യ പേജിൽ തന്നെ ഡോക്ടർ മൈക്കിൾ കാരിമറ്റം എന്ന് ചീഫ് എഡിറ്റർമാരുടെ പട്ടികയിൽ നമ്മൾ കാണും. വിശുദ്ധ ഗ്രന്ഥം ജീവൻ്റെ പുസ്തകമാണ്. ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ട അപൂർവം വൈദികരെ ഉള്ളൂ. നമ്മുടെ പ്രിയപ്പെട്ട മൈക്കിൾ അച്ഛൻ വിശുദ്ധ ഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ട ഒരു അതുല്യ പ്രതിഭയും ഭാഗ്യധനനുമാണ് എന്ന് നമുക്ക് സന്തോഷത്തോടെ തിരിച്ചറിയാവുന്ന വസ്തുതയാണ്. രാവിലെ 8 മണി മുതൽ തലശ്ശേരി കത്തീഡ്രൽ ദേവാലയത്തിൽ പൊതുദർശനത്തിനുള്ള സൗകര്യം ഒരുക്കിയിരുന്നു. തുടർന്ന് 10 മണിക്ക് മൃതസംസ്കാര ശുശ്രൂഷകളുടെ 2ാം ഭാഗത്തിന് തുടക്കമായി. തലശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് എമിരിറ്റസ്മാരായ മാർ ജോർജ് ഞരളക്കാട്ട്, മാർ ജോർജ് വലിയമറ്റം എന്നിവർ 2ാം ഘട്ട മൃതസംസ്കാര ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി. വികാരി ജനറൽമാരായ മോൺസിനോർ സെബാസ്റ്റ്യൻ പാലാക്കുഴി, മോൺസിനോർ മാത്യു എളന്തുരുത്തിപ്പടവിൽ എന്നിവർ സഹകാർമ്മികരായി. സാധാരണക്കാരുടെ ഇടയിൽ ബൈബിൾ ജനകീയമാക്കുന്നതിന് ഏറെ അധ്വാനിച്ച വൈദികനായിരുന്നു ഫാദർ ഡോക്ടർ മൈക്കിൾ കാരിമറ്റം. അദ്ദേഹത്തിന്റെ സമഗ്ര സംഭാവനകളെ മുൻനിർത്തി സിറോ മലബാർ സഭ 2022 മൽപ്പാൻ പദവി നൽകി. 1968 ജൂൺ 29 റോമിൽ വെച്ചായിരുന്നു പൗരോഹിത്യം സ്വീകരിച്ചത്. POC മലയാളം ബൈബിളിന്റെ ചീഫ് എഡിറ്റർമാരിൽ ഒരാളായിരുന്നു റെവറൽ ഡോക്ടർ മൈക്കിൾ കാരിമറ്റം. ക്രിസ്തുവിന് വേണ്ടി തീപ്പൊരി പോലെ കത്തിപ്പടർന്ന് ചുറ്റുമുള്ളവരിൽ വിശ്വാസത്തിന്റെ പൊൻകിരണം വിതറി സുവിശേഷത്തിന്റെ പ്രകാശത്തിലേക്ക് അനേകരെ നയിച്ച ഫാദർ ഡോക്ടർ മൈക്കിൾ കാരിമറ്റം സമ്മാനത്തിനായി വിളിക്കപ്പെട്ട് യാത്രയാകുമ്പോൾ വൈദികൻ എന്ന നിലയിൽ തന്നെ ഏൽപ്പിച്ച പൗരോഹിത്യ പ്രവാചക ദൗത്യം എത്രയും ഭംഗിയായി പൂർത്തിയാക്കാൻ കഴിഞ്ഞുവെന്നതിന് തെളിവാണ് മൃതസംസ്കാര ശുശ്രൂഷകളിൽ സാന്നിധ്യമറിയിച്ച വിശ്വാസി സമൂഹം. ക്യാൻസർ ശരീരത്തെ കവർന്നു തിന്നുമ്പോഴും വേദനയിലും പുഞ്ചിരി തൂകിക്കൊണ്ട് തന്റെ സമീപത്തെത്തുന്ന വേദനിക്കുന്നവരിലും പാവപ്പെട്ടവരിലും ആശ്വാസത്തിന്റെ പൊൻവെളിച്ചം നീട്ടുകയായിരുന്നു അച്ഛൻ. ആ ജ്വലിക്കുന്ന ഓർമ്മകളും ക്രിസ്തുവിനായി അച്ഛൻ ചെയ്ത കാര്യങ്ങളും കാലത്തിന്റെ യവനികയിൽ മായുകയില്ല. അത് വിശ്വാസികളിലൂടെ അനസ്യൂതം തുടരും. പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലഷ്കർ-ഇ തോയ്ബ, ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ ഭീകര സംഘടനകൾ ഇന്ത്യക്കെതിരായി സംഘടിത ആക്രമണ പരമ്പരയ്ക്ക് തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ട്. ജമ്മു കാശ്മീരിനെ ലക്ഷ്യമിട്ട് പാകിസ്ഥാന്റെ പിന്തുണയോടെയുള്ള ഭീകര പ്രവർത്തനങ്ങളിൽ ആശങ്കാജനകമായ വർധനവുണ്ടായതായി ഇന്റലിജൻസ് വിവരങ്ങൾ ലഭിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ എന്ന ഭീകരവിരുദ്ധ നീക്കത്തിന് 6 മാസങ്ങൾക്ക് ശേഷം ലഷ്കർ-ഇ തോയ്ബ, ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ ഭീകര സംഘടനകൾ ഇന്ത്യക്കെതിരായി സംഘടിത ആക്രമണ പരമ്പരയ്ക്ക് തയ്യാറെടുക്കുന്നതായി ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ട് ഗൗരവത്തോടെയാണ് ഇന്ത്യ കാണുന്നത്. ഇന്റലിജൻസ് രേഖകൾ പ്രകാരം ഭീകര സംഘടനകൾ സെപ്റ്റംബർ മുതൽ നുഴഞ്ഞുകയറ്റം, നിരീക്ഷണം, അതിർത്തി കടന്നുള്ള സഹായങ്ങൾ എന്നിവ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പാകിസ്ഥാന്റെ സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പിന്റെയും ഇന്റർ സർവീസ് ഇന്റലിജൻസിന്റെയും സഹായത്തോടെ ലഷ്കർ-ഇ തോയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിന്റെ യൂണിറ്റുകൾ നിയന്ത്രണ രേഖയിലെ നുഴഞ്ഞുകയറ്റ പാതകളിലൂടെ ജമ്മു കാശ്മീരിലേക്ക് പ്രവേശിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ഷംഷേർ എന്ന ഭീകരന്റെ നേതൃത്വത്തിലുള്ള ലഷ്കർ-ഇ തോയ്ബ യൂണിറ്റ് ഡ്രോണുകൾ ഉപയോഗിച്ച് ആകാശ നിരീക്ഷണം നടത്തുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഇത് വരും ആഴ്ചകളിൽ ചാവേർ ആക്രമണങ്ങൾക്കോ ആയുധങ്ങൾ താഴെ ഇറക്കുന്നതിനോ ഉള്ള സൂചനയായാണ് വിലയിരുത്തുന്നത്. മുൻ SSG സൈനികരും ഭീകരരും അടങ്ങുന്ന പാകിസ്ഥാന്റെ ബോർഡർ ആക്ഷൻ ടീമുകളെ പാക് അധീന കാശ്മീരിൽ വീണ്ടും വിന്യസിച്ചിട്ടുണ്ടെന്ന് ഇന്റലിജൻസ് വിലയിരുത്തുന്നു. ഇത് ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾക്ക് നേരെ അതിർത്തി കടന്നുള്ള
തരത്തിലുള്ള ആക്രമണ സാധ്യതയാണ് സൂചിപ്പിക്കുന്നത്. പാക് അധീന കാശ്മീരിൽ ഒക്ടോബറിൽ നടന്ന ഉന്നതതല യോഗങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി, ഹിസ്ബുൾ മുജാഹിദീൻ എന്നിവയിലെ മുതിർന്ന നേതാക്കളും ISI ഉദ്യോഗസ്ഥരും പങ്കെടുത്തതായി റിപ്പോർട്ടുണ്ട്. ചോർത്തിയെടുത്ത ആശയവിനിമയങ്ങൾ പ്രകാരം നിഷ്ക്രിയമായ ഭീകര സംഘങ്ങളെ പുനരുജ്ജീവിപ്പിക്കാനും മുൻ കമാൻഡോമാർക്ക് പ്രതിമാസ സ്റ്റൈപ്പൻഡ് നൽകാനും ഓപ്പറേഷൻ സിന്ദൂറിൽ സംഭവിച്ച നഷ്ടങ്ങൾക്ക് പ്രതികാരം ചെയ്യാൻ ഭീകര സംഘങ്ങൾക്ക് നിർദ്ദേശം നൽകാനും ഈ യോഗത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. ഷിക്കിന അമേരിക്കാസ് വീക്ക്ലി ന്യൂസ് റൗണ്ടപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം.